2024 സെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. The poem which ends with the lines at last he rose and faced his mantle blow tomorrow to fresh woods and pastures new. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കവിതയിലെ വരികളാണ്. ഇത് ഏത് കവിതയിലായിരുന്നു എന്ന് ചോദിച്ചിരുന്നു. ഇതിൻ്റെ ആൻസർ ലിസിഡാസ് ആണ് കേട്ടോ. ലിസിഡാസ് എന്ന കവിതയിലായിരുന്നു. അപ്പോൾ പലപ്പോഴും കൺക്ലൂഡിംഗ് ലൈൻസ് ചോദിക്കാറുണ്ട്. സോ പഠിച്ചു വെക്കുക. ലിസിഡാസിലെ അവസാന വരിയായിരുന്നു ഇത്. ഹലോ എവ്രിവൺ, വെൽക്കം ടു എൻട്രി ആപ്പ്. ഇന്ന് സെറ്റ് ഇംഗ്ലീഷ് എക്സാമിലെ കുറച്ച് മുൻവർഷ ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിട്ടുള്ളത്. സോ നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ആദ്യമായിട്ട് ദ ഡയറിസ്റ്റ് സാമുവൽ പെപ്പിക്സ് വാസ് ആൻ ഡാഷ് ബൈ പ്രൊഫഷൻ. സാമുവൽ പെപ്പി എന്ന് പറയുന്ന ഡയറിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഡയറീസ് കൊണ്ടാണ് ഫേമസ് ആയിട്ടുള്ളത്. എന്താണ് ഡയറിസ്റ്റ് എന്ന് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്തായിരുന്നു? ഇപ്പോൾ ഞാൻ എപ്പോഴും ക്ലാസ്സുകളിൽ പറയാറുള്ളതാണ്, നാം പഠിക്കുന്ന ഒരു റൈറ്റർ അദ്ദേഹം ടീച്ചിങ് റൈറ്റിംഗ് എന്നതിലപ്പുറം ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. അത് ചോദിക്കാറുണ്ട്. സോ പഠിച്ചു വെക്കുക. അദ്ദേഹം ഒരു അഡ്മിറൽ ഓഫീസർ ആയിരുന്നു കേട്ടോ. അദ്ദേഹം ഒരു അഡ്മിറൽ ഓഫീസർ ആയിരുന്നു. സോ സാമുവൽ പെപ്സ് വാസ് എ നേവൽ അഡ്മിനിസ്ട്രേറ്റർ. നേവൽ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അതേപോലെ മെമ്പർ ഓഫ് പാർലമെന്റ് ഇൻ 17th century ഇംഗ്ലണ്ട്. 17ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലെ മെമ്പർ ഓഫ് പാർലമെന്റ് കൂടി ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. ഹി ഈസ് ബെസ്റ്റ് നോൺ ഫോർ ഹിസ് ഡയറീസ്. അദ്ദേഹം പ്രശസ്തനായത് അദ്ദേഹത്തിൻ്റെ ഡയറീസിൻ്റെ പേരിലാണ്. വിച്ച് ഡോക്യുമെന്റ് ലൈഫ് ഡ്യൂറിങ് ദ റിസ്റ്റോറേഷൻ പീരീഡിലെ അദ്ദേഹത്തിൻ്റെ ജീവിത കാലങ്ങൾ, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ വിവരിക്കുന്ന ഡയറീസിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായിട്ടുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഡയറിസ്റ്റ് എന്ന നിലയിൽ പ്രശസ്തനായിട്ടുള്ള ഒരു റൈറ്ററാണ് സാമുവൽ പെപ്സ്. ഓക്കെ അല്ലേ? ദെൻ മിസ്സിസ് മാലപ്രോപ്പ് ഈസ് എ ക്യാരക്ടർ ഇൻ ഷെറിഡൻസ് പ്ലേ. ഷെറിഡൻ്റെ ഒരു പ്ലേയിലെ പ്രധാന കഥാപാത്രമാണ്. വളരെ നർമ്മം കലർന്നൊരു കഥാപാത്രമാണ് മാലപ്രോപ്പ്. പദങ്ങളെല്ലാം തെറ്റിച്ച് പറയുന്ന ഒരു കഥാപാത്രമാണ് മാലപ്രോപ്പ്. ഏത് നോവലിലെ കഥാപാത്രമാണ്, ഏത് പ്ലേയിലെ കേട്ടോ, ഏത് പ്ലേയിലെ കഥാപാത്രമാണ് എന്ന് ചോദിച്ചാൽ ദ റിവൽസ് അല്ലേ, ദ റിവൽസ് ആണോ? സോ ദ റിവൽസ് എന്ന പ്ലേയിലെ ക്യാരക്ടറാണ്. മിസ് മാലപ്രോപ്പ് ഈസ് എ ക്യാരക്ടർ ഇൻ ഷെറിഡൻസ് പ്ലേ ദ റിവൽസ്. ഷീ ഈസ് നോൺ ഫോർ ഹെർ കോമഡിക് ഹാബിറ്റ് ഓഫ് മിസ്യൂസിങ് വേർഡ്സ്. പദങ്ങളെ മിസ്യൂസ് ചെയ്യുക, അതായത് തെറ്റായ സാഹചര്യങ്ങളിലൊക്കെ യൂസ് ചെയ്യുക, അസ്ഥാനത്തൊക്കെ പദങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു കോമിക് ക്യാരക്ടറാണ്. Often substituting similar sounding words with hilarious results, which is why the term malapropism is used to describe such speech errors. So, ഈ കഥാപാത്രത്തിൻ്റെ ഒരു സ്വഭാവമാണ് സിമിലർ സ്വഭാവമുള്ള വേർഡ്സിന് സിമിലർ പ്രൊനൗൺസിയേഷൻ, സ്വഭാവമല്ല പ്രൊനൗൺസിയേഷൻ, ഒരേപോലെ ഉച്ചാരണം വരുന്ന പദങ്ങൾ മാറ്റി ഉപയോഗിക്കുക, സ്ഥാനത്തും അസ്ഥാനത്തൊക്കെ ഉപയോഗിക്കുക. നിങ്ങൾ ചിലപ്പോൾ ചില മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ചില പദങ്ങൾ തെറ്റായിട്ട് ഉപയോഗിക്കുക. അത്തരം ശീലമുള്ള ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് അവരുടെ പേരിലേക്ക് ചേർത്ത് ഈ ഒരു രീതിയെ, ഈ ഒരു യൂസേജിനെ പറയുന്ന പേര് മാലപ്രോപ്പിസം എന്നാണ് കേട്ടോ. മാലപ്രോപ്പിസം എന്ന് പറയാറുണ്ട്. അസ്ഥാനത്ത് വാക്കുകൾ ഉപയോഗിക്കുന്നതിനെ മാലപ്രോപ്പിസം എന്ന് പറയാറുണ്ട്. അതുകൂടി മനസ്സിലാക്കുക. ദെൻ റിവൽസിലെ മറ്റു പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സാണ് ലിഡിയ ലാംഗ്വേജ്. A charming but moody character who believes romantic love should happen between people of lower social classes. Romantic love lower class people ആണ് ഉണ്ടാകേണ്ടത് എന്ന് വിശ്വസിക്കുന്ന വളരെ ചാമിങ് അതേസമയം മൂഡി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ലിഡിയ ലാംഗ്വേജ്. ദെൻ ജൂലിയ മെൽവിലെ, അതൊരു ഓഫണാണ്. അതേപോലെ വാർഡ് ഓഫ് സർ ആന്റണി ഹൂ ഇസ് ദ പ്ലേസ് മോറൽ കോർ. ഈ പ്ലേയിലെ ഏറ്റവും മോറൽ കോർ ആയിട്ടുള്ള സർ ആന്റണിയുടെ വാർഡാണ് ജൂലിയ. ദെൻ സർ ആന്റണി അബ്സല്യൂട്ട്, എ റിച്ച് ബാരനെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നോബൽ ക്ലാസ്സിലുള്ള ആളാണ്, ഒരു നൊബിലിറ്റി ഉള്ളൊരു വ്യക്തിയാണ്, റിച്ച് ആയിട്ടുള്ള നോബിളായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഹു ഈസ് ക്വിക്ക് ടു ആങ്കർ, പെട്ടെന്ന് ദേഷ്യം വരും. മേക്ക് ഹാസ്റ്റി ഡിസിഷൻസ്, പെട്ടെന്ന് എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ് സർ ആന്റണി അബ്സല്യൂട്ട്. ഇയാളുടെ വാർഡാണ് നേരത്തെ പറഞ്ഞ ജൂലിയ മെൽവിലെ. ദെൻ സർ ലൂക്കിയസ് ഓട്രിഗർ, അദ്ദേഹവും ഒരു ഐറിഷ് ബാരനറ്റാണ്. ഹു വാല്യൂസ് ഹിസ് ഫാമിലി ഓണർ ആൻഡ് ഡ്വെല്ലിംഗ് സ്കിൽസ് എബോവ് ഓൾ എൽസ്. അദ്ദേഹം അയാളുടെ കുടുംബത്തിൻ്റെ ആദരവിനെയാണ് മറ്റെന്തിനേക്കാളും കൂടുതൽ വില കൽപ്പിച്ചിരുന്നത്. ഓക്കെ അല്ലേ?
Then Malapropin's കാര്യം നേരത്തെ പറഞ്ഞു. Then Falkland, a moody, lovesick young man who is engaged to Julia. ജൂലിയയുമായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു മൂഡി ആയിട്ടുള്ള ഒരു ലവ്സിക്, നമ്മൾ പ്രണയരോഗി എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. Then Lucy, a maid who works for Mrs. Malaprop, and Lydia, who is a master manipulator. മാലപ്രോപ്പിൻ്റെയും ലിഡിയയുടെയും മെയ്ഡാണ് ലൂസി എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ദെൻ അടുത്ത ചോദ്യം, ദ സെഞ്ചുറി കോൾഡ് ദ ഏജ് ഓഫ് എൻലൈറ്റ്മെൻറ്റ്. ഏജ് ഓഫ് എൻലൈറ്റ്മെൻറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഏജ് 18th സെഞ്ചുറിയാണ് ഏജ് ഓഫ് എൻലൈറ്റ്മെൻറ്റ് എന്ന് വിളിക്കാറ്. സോ ദ ഏജ് ഓഫ് എൻലൈറ്റ്മെൻറ്റ് വാസ് ആൻ ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ്. അതൊരു ഇൻ്റലക്ച്വൽ മൂവ്മെൻ്റ് ആയിരുന്നു. 18ാം നൂറ്റാണ്ടിലെ ഇൻ്റലക്ച്വൽ മൂവ്മെൻറ്റ് ഒരു ദൈക്ഷണിക പ്രസ്ഥാനമായിരുന്നു. ദാറ്റ് എംഫസൈസ്ഡ് റീസൺ ആൻഡ് സയൻസ് ഓവർ ഫെയ്ത്ത് ആൻഡ് സൂപ്പർസ്റ്റിഷൻ. അന്ധവിശ്വാസങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരെ അല്ലെങ്കിൽ അവകൾക്ക് മുകളിൽ യുക്തിചിന്തയെയും ശാസ്ത്രത്തെയും പ്രതിഷ്ഠിച്ച ഒരു ഇൻ്റലക്ച്വൽ മൂവ്മെൻ്റ് ആണ്. ഇറ്റ് വാസ് ആൾസോ നോൺ ആസ് അറ്റ് ദ ഏജ് ഓഫ് റീസൺ. അപ്പോൾ ഏജ് ഓഫ് എൻലൈറ്റ്മെൻറ്റിൻ്റെ മറ്റൊരു പേരാണ് ഏജ് ഓഫ് റീസൺ. അതുകൂടി ഓർത്തിരിക്കണേ. ദെൻ അടുത്തൊരു ചോദ്യം, ദ ഫസ്റ്റ് സീൻ ഓഫ് കോൺഗ്രീവ്സ് ദ വേ ഓഫ് ദ വേൾഡ് ഈസ് സെറ്റ് ഇൻ. കോൺഗ്രീവ്സിൻ്റെ ഒരു ദ വേ ഓഫ് ദ വേൾഡ് എന്ന കൃതിയിലെ ആദ്യത്തെ സീൻ എവിടെയാണ്? ദ വേ ഓഫ് ദ വേൾഡ് എന്ന കൃതിയിലെ ആദ്യത്തെ സീൻ നടക്കുന്നത് ചോക്ലേറ്റ് ഹൗസിൽ വെച്ചാണ് കേട്ടോ. ഒരു ചോക്ലേറ്റ് ഹൗസിൽ വെച്ചാണ്, ലണ്ടനിലെ ചോക്ലേറ്റ് ഹൗസിൽ വെച്ചാണ്. So the first scene of the Congress, The Way of the World, is set in a London chocolate house. Specifically, it features the characters of Mirabelle and Final playing cards there while discussing their romantic entanglement. അപ്പോൾ ആ ഒരു പ്ലേയിൽ രണ്ട് ക്യാരക്ടേഴ്സ് അവരുടെ റൊമാൻറ്റിക് റിലേഷൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർ അവിടെ പ്ലേ ചെയ്യുന്നത്, ഒരു കാർഡ് പ്ലേ ചെയ്യുന്നത്, ചീട്ട് കളിക്കുന്നത് ഈ ഒരു ചോക്ലേറ്റ് ഹൗസിൽ വെച്ചാണ്. അപ്പോൾ ആ ഒരു ദൃശ്യം കാണിച്ചുകൊണ്ടാണ് ആ ഒരു പ്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ദെൻ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ലിസിഡാസിലെ അവസാനത്തെ വരിയാണ്. At last he rose and twisted his mantle blue. Tomorrow to fresh woods and pastures new. ഈ വരിയുടെ അർത്ഥം വരുന്നത് ജോൺ മിൽട്ടൺ ലിസിഡാസ് എഴുതിയ സമയത്ത് അവസാന വരികളായിട്ട് കൊണ്ടുവന്നതാണ്. സിഗ്നിഫൈസ് ദ സ്പീക്കേഴ്സ് റിസോൾവ് ടു മൂവ് ഓൺ ഫ്രം ഗ്രീഫ്. അദ്ദേഹം ദുഃഖത്തിൽ നിന്നും എവിടേക്ക് നീങ്ങാൻ പോവുകയാണ്? എംബ്രേസ് ന്യൂ ബിഗിനിങ്സ്, ഒരു തുടക്കത്തിലേക്ക് പോവുകയാണ്. സിംപ്ലൈസ്ഡ് ബൈ ദ ഐഡിയ ഓഫ് വെഞ്ചറിങ് ഇൻ ടു ഫ്രഷ് വൂഡ്സ്, പുതിയ കാടുകളിലേക്കും പാസ്റ്റേഴ്സിലേക്കും പുതിയ മേച്ചിൽപ്പുറങ്ങളിലേക്കും ഞാൻ പോവുകയാണെന്ന് പറയാണ്. എലിജിയാണല്ലോ ലിസിഡാസ്. അപ്പോൾ നമ്മുടെ മിൽട്ടൺ പുതിയൊരു മേച്ചിൽപ്പുറങ്ങളിലേക്ക് പോവുകയാണ്. ഡിസ്പൈറ്റ് ദ റീസെന്റ് ലോസ് ഓഫ് ഹിസ് ഫ്രണ്ട് ലിസിഡാസ് എന്ന തൻ്റെ ഏറ്റവും ഉറ്റ ചങ്ങാതിയുടെ നഷ്ടം. ദ ബ്ലൂ മാന്റിൽ, അതിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഒരു ബ്ലൂ മാന്റിലായിട്ടാണ്. ഇറ്റ് ഈസ് എ വിഷ്വൽ ഡീറ്റെയിൽ ദാറ്റ് കുഡ് റെപ്രസെൻറ്റ് ബോത്ത് സോറോ ആൻഡ് ദ പ്യൂരിറ്റി ഓഫ് ഹിസ് ഇൻറ്റൻഷൻസ്. അപ്പോൾ ബ്ലൂ മാന്റിൽ എന്ന് പറയുമ്പോൾ ബ്ലൂ എന്ന നിറം ദുഃഖത്തോടാണ് നമ്മൾ ചേർത്ത് വെക്കുന്നത്. ദുഃഖം നിറഞ്ഞതും എന്നാൽ വളരെ നിഷ്കളങ്കമാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ ഈ ഒരു സങ്കടത്തിൽ നിന്നും പുതിയൊരു ലോകത്തേക്ക് അല്ലെങ്കിൽ പുതിയൊരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ മാറാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ലിസിഡാസ് അവസാനിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? Then the book which bears the subtitle From this world to what which is to come. From this world to that which is to come. ഈ ലോകത്ത് നിന്ന് ഇനി വരാനുള്ള ലോകത്തിലേക്ക് എന്ന സബ്ടൈറ്റിലുള്ള കൃതി, പുസ്തകം ഏത് എന്ന് ചോദിച്ചാൽ പിൽഗ്രിംസ് പ്രോഗ്രസ് ആണ്. പിൽഗ്രിം പ്രോഗ്രസ്. അപ്പോൾ സബ് ടൈറ്റിലിനെ കുറിച്ച് കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഒരു പ്ലേ അല്ലെങ്കിൽ ഒരു നോവൽ സബ് ടൈറ്റിൽസ് അതിൽ ഓതർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം, എപ്പോഴും ചോദിക്കുന്നതാണ്. സോ ദ പിൽഗ്രിംസ് പ്രോഗ്രസ് ഫ്രം ദിസ് വേൾഡ് ടു ദാറ്റ് വിച്ച് ഈസ് ടു കം ഈസ് എ ബുക്ക് റിട്ടൺ ബൈ ജോൺ ബാനിയൻ ഇൻ 1678. 1678 ജോൺ ബാനിയൻ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഇതൊരു അലിഗറിയാണ്, ക്രിസ്ത്യൻ അലിഗറിയാണ്. എ മാൻ നെയ്മഡ് ക്രിസ്ത്യൻ. ഇതിനകത്ത് ക്രിസ്ത്യൻ എന്ന് പേരുള്ള ഒരാൾ, അയാൾ എവിടെ യാത്ര ചെയ്യുന്നു? ഹു ജേർണീസ് ഫ്രോം ദ സിറ്റി ഓഫ് ഡിസ്ട്രക്ഷൻ. സിറ്റി ഓഫ് ഡിസ്ട്രക്ഷനിൽ നിന്നും സെലസ്റ്റിയൽ സിറ്റിയിലേക്ക്, അഥവാ ഭൂമി ലോകത്ത് നിന്നും സ്വർഗ്ഗലോകത്തേക്ക് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ മറ്റൊരർത്ഥത്തിൽ പറയാം. അപ്പോൾ സിറ്റി ഓഫ് ഡിസ്ട്രക്ഷനിൽ നിന്നും സെലസ്റ്റിയൽ സിറ്റിയിലേക്ക് യാത്ര ചെയ്യുന്ന ക്രിസ്ത്യൻ എന്ന വ്യക്തിയെക്കുറിച്ച് പറയുന്ന വർക്കാണ് പിൽഗ്രിംസ് പ്രോഗ്രസ്. ഓക്കെ അല്ലേ? ദെൻ അടുത്തത് പോയറ്റിക് ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ദ ഫ്രേസ് ഡേസ്ലിംഗ് ഡാർക്ക്നെസ്
ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാസ്ലിംഗ് ഡാർക്ക്നെസ് എന്നുള്ളത് എന്തിൻ്റെ എക്സാമ്പിൾ ആണ്? അപ്പോൾ നിങ്ങൾ നോക്കാം, ഡാസ്ലിംഗ് എന്ന് പറഞ്ഞാൽ പ്രോജ്വലിക്കുന്നതാ, പ്രകാശം കൊണ്ട് കത്തിജ്വലിക്കുന്നത് എന്നർത്ഥമാണ്. ഡാർക്ക്നെസ് ഇരുട്ടാണ്. അപ്പോൾ പരസ്പരം കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളെ ഒരുമിച്ച് പറഞ്ഞു. സോ അതിനെ നമ്മൾ പറയുന്ന പേര് ഓക്സിമോറോൺ എന്നാണ്. ഓക്സിമോറോൺ എന്നാണ് കേട്ടോ, കോൺട്രഡിക്റ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ഡാസ്ലിംഗ് ഡാർക്ക്നെസ് ഈസ് കൺസിഡർഡ് ആൻ ഓക്സിമോറോൺ ബിക്കോസ് ഇറ്റ് കമ്പൈൻസ് ടു കോൺട്രഡിക്റ്ററി വേർഡ്സ്. ഡാസ്ലിംഗ് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ആണ്, ബ്രൈറ്റ് ഓർ ബ്രില്യൻ്റ് ആണ്. ഡാർക്ക്നെസ്സോ മീനിങ് ലാക്ക് ഓഫ് ലൈറ്റ്, പ്രകാശമില്ലാത്ത അവസ്ഥയാണ്. സോ ക്രിയേറ്റ് എ പാരഡോക്സിക്കൽ ഇമേജ്. അപ്പോൾ അവിടെ ഒരു പാരഡോക്സിക്കൽ ഇമേജ്, പാരഡോക്സ് എന്ന് പറഞ്ഞാൽ പരസ്പരം വൈരുദ്ധ്യമായിട്ടുള്ള എന്ന അർത്ഥത്തിന് തന്നെ. Therefore it is an example of an oxymoron. Okay അല്ലേ? Then the line remembrance of things past appears in sonnet number dash. ഇത് ഏത് സോണറ്റിൽ? ഷേക്സ്പിയറിൻ്റെ സോണറ്റിലെ ഒരു വരിയാണ്. റിമെമ്പേഴ്സ് ഓഫ് തിങ്സ് പാസ്റ്റ്, കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മ. സോണറ്റ് 30ലാണ് കേട്ടോ, അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. സോണറ്റ് 30. So this line is found in the second line of sonnet 30 where the speaker describes summing up the remembrance of things past during moments of quiet thought. അയാളുടെ ചിന്തകൾ പറയുന്ന കൂട്ടത്തിൽ ഞാൻ കഴിഞ്ഞ കാലത്തെ ഓർമ്മകൾ അയവിറക്കുകയാണ്, അത് ഒരുമിച്ച് കൂട്ടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സോണറ്റ് 30യിലെ രണ്ടാമത്തെ വരിയിലാണ് ഈ ഒരു ലൈൻസ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദെൻ വീണ്ടും ഷേക്സ്പിയറിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യം തന്നെയാണ്. Thou rash in reading fool. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടുന്ന ആളെ ചീത്ത വിളിച്ചുകൊണ്ടുള്ളൊരു വേർഡാണ്. Thou rash in reading fool. Whom does Hamlet address in this line? ഇവിടെ ഹാംലെറ്റ് ആണ് വിളിക്കുന്നത്. ഹാംലെറ്റ് ആരെ വിളിക്കുന്നു? പ്ലേ പഠിച്ചിട്ടുള്ള ആളുകൾക്കറിയാം. ഹാംലെറ്റ് ഒരാളെ കൊന്നതിന് ശേഷം പറയാണ്, പൊളോണിയസിനെ കൊന്നതിന് ശേഷം പറയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടരുത്, അങ്ങനെ ഇടപെട്ട ഒരു ഫൂളാണ് ഇയാളെന്ന് പറയുകയാണ്. സോ when Hamlet says thou rash in reading fool, he is addressing Polonius. Specifically, he says this after accidentally killing Polonius. Poloniusനെ അയാൾ കൊന്നു. Who was hiding behind tapestry. ഒരു തിരശീലയുടെ മറവിൽ നമ്മുടെ ഹാംലെറ്റും അമ്മയായിട്ടുള്ള ഗെർട്രൂഡും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഒളിഞ്ഞു നിന്ന് കേട്ട ഇയാളെ അബദ്ധത്തിലാണ് കൊല്ലുന്നത്. സോ കൊന്നതിന് ശേഷം പറയാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടുന്ന ഇഡിയറ്റ് എന്ന് പറഞ്ഞ് ചീത്ത പറയുകയാണ്. Then അടുത്ത ചോദ്യം, which among the following is not an Elizabethan theatre? എലിസബത്തൻ തിയേറ്ററിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദ്യം. The Rose, The Swan, The Globe, ഇതൊക്കെ ചില എലിസബത്തൻ തിയേറ്ററുകളുടെ പേരാണ്. The Royal Opera എന്തല്ല? എലിസബത്തൻ തിയേറ്ററിൻ്റെ പേരല്ല. So some of the names of Elizabethan theatre include The Globe, The Curtain, The Swan, The Rose, The Blackfriars, The Red Bull. ഇതെല്ലാം എലിസബത്തൻ തിയേറ്ററുകളുടെ പേരാണ്. നേരത്തെ ഓപ്ഷനിൽ പറയാത്ത കുറച്ച് പേരുകൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടി പഠിക്കുക. ദ ഗ്ലോബ്, ദ കർട്ടൻ, ദ സ്വാൻ, ദ റോസ്, ദ ബ്ലാക്ക് ഫ്രയേഴ്സ്, ദ റെഡ് ബുൾ, ഇതെല്ലാം എലിസബത്തൻ തിയേറ്ററുകളുടെ പേരാണ്. റോയൽ ഒപ്പേറ ഹൗസ് എന്ന് പറയുന്നത് ഇത് വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒരു ഒപ്പേറ ഹൗസ് ആണ്. പക്ഷെ എന്തല്ല, എലിസബത്തൻ തിയേറ്ററിൽ വരുന്നതല്ല. ലൊക്കേറ്റഡ് ഇൻ കോവന്റ് ഗാർഡൻ വേർ മെനി ഒപ്പേറാസ് ആൻഡ് ബാലറ്റ്സ് ഹാവ് ഹാഡ് ദെയർ വേൾഡ് പ്രീമിയേഴ്സ്. ഇവിടെ വളരെ പ്രശസ്തമായിട്ടുള്ള നാടകങ്ങളും അരങ്ങേറിയ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ഒപ്പേറ ഹൗസ് തന്നെയാണ്. സോ ഡിയർ ഫ്രണ്ട്സ്, കുറച്ച് ചോദ്യങ്ങൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പുതിയ കുറച്ച് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. തുടർന്ന് വീണ്ടും ക്ലാസ്സുകളിൽ കാണാം എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.